ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തേതും ഒരു സെയിൽ വീഡിയോ ആണ്. 10 മണിയുടെ കട്ടിങ്സ് ഉണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മെസ്സേജ് ചെയ്യുക. ഒരുപാട് കളേഴ്സ് ഉണ്ട്. 5 ഇതളുള്ളതും പിന്നെ അടുക്ക് പെറ്റൽസ് ഉള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ എല്ലാം കാണിക്കുന്നുണ്ട്, വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് 10 മണിയുടെ കട്ടിങ്സ് ആവശ്യമാണെങ്കിൽ ഏത് കളറാണോ വേണ്ടത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് അവൈലബിൾ ആണ്. പിന്നെ സിൻഡ്രല്ലയുടെ നമുക്ക് വേര് വന്ന തൈകളും ഉണ്ട്. റേറ്റൊക്കെ ചെടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ഇട്ടോളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടു നോക്കുക. കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്കിതിൽ ഏതെങ്കിലും പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ പ്ലാന്റോ കട്ടിങ്സോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ കട്ടിങ്സിന് റേറ്റ് കുറവാണ്, റൂട്ടഡ് പ്ലാന്റിന് കുറച്ച് റേറ്റ് ഉണ്ട്. ഇത് സിൻഡ്രല്ല വെറൈറ്റി ആണ്. ഇതിൽ റെഡ് ഉണ്ട്, പിന്നെ ചെറിയൊരു ഓറഞ്ച് മിക്സ് ഉള്ളതുണ്ട് കേട്ടോ. ഡാർക്ക് റെഡും ഓറഞ്ച് മിക്സ് ഉള്ളതുണ്ട്. പിന്നെ ഇത് ഇതിൽ വരുന്നതാണ്. ഇതിൽ ഓറഞ്ചും പിങ്കും മിക്സ് ആയിട്ട് വരുന്ന കളറാണ് കേട്ടോ. കണ്ടോ, ഇത് വെറൈറ്റി ആയിട്ടുള്ള ഒരു 10 മണിയാണ്. ഇത് വെറും ഓറഞ്ച് കളർ മാത്രം ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ഇത് സിൻഡ്രല്ല വെറൈറ്റി ആണ് കേട്ടോ. ഇതിൻ്റെ പൂക്കൾക്കുള്ള പ്രത്യേകത വൈകുന്നേരം വരെ നമുക്ക് ഇതുപോലെ വാടാതെ നിൽക്കും. രാവിലെ വിടർന്നാൽ വൈകിട്ട് വരെ നമുക്ക് ഇതുപോലെ നിൽക്കും കേട്ടോ. പിന്നെ ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട്. ഡാർക്ക് യെല്ലോ കളർ ഉണ്ട്, റെഡ് ഉണ്ട്, പിന്നെ പിങ്ക് കളറും യെല്ലോ കളറും മിക്സ് ആയിട്ടുള്ളതുണ്ട്. ഇത് ഡാർക്ക് യെല്ലോ കളറാണ്. എല്ലാം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് ഓറഞ്ച് കളറിലുള്ള 10 മണിയാണ്. ഇതിലും ഞാൻ നേരത്തെ കാണിച്ച പോലെ 2 വെറൈറ്റി ആണ് കേട്ടുള്ളത്. പൂക്കൾ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ഒരുപാടുണ്ട് കേട്ടോ കയ്യിൽ. പിന്നെ നമുക്ക് ഇതേപോലെ മഞ്ഞ കളർ വരുന്ന 10 മണി ഉണ്ട്. നമുക്ക് ഇതൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. 2-3 ദിവസത്തിനകം നമുക്കിതിൽ വേര് വരും. പിന്നെ ഇത് 5 ഇതളുള്ളതാണ്. ഒരെണ്ണം മജന്ത കളറും പിന്നെ ഒന്ന് ഇതുപോലെ നല്ല ഡാർക്ക് പിങ്ക് കളറും ആണ് കേട്ടോ. ചെറിയ വ്യത്യാസങ്ങളുണ്ട്, വീഡിയോയിൽ അറിയുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ തന്നെ യെല്ലോ ഉണ്ട്, പിന്നെ യെല്ലോയും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ള ഒരു കളറുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരുപാട് പൂക്കൾ തരും കേട്ടോ. അതായത് യെല്ലോയും ഓറഞ്ചും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ്. ഇതിൽ തന്നെ കണ്ടോ, പിങ്ക് ഉണ്ട്, പിന്നെ മജന്ത കളറ്, വൈറ്റ് ഉണ്ട്. ഈ ഓറഞ്ചും മഞ്ഞയും മിക്സ് ആയിട്ടുള്ളത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് വേണ്ടവർക്ക് കൊറിയർ ചെയ്ത് തരുന്നതാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. പിന്നെ നിങ്ങൾ ഈ 10 മണിയൊക്കെ നടുമ്പോൾ ആദ്യം സാധാരണ മണ്ണിൽ നട്ടു കൊടുത്താൽ മതി. അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് വേര് പിടിച്ച് കിട്ടിയതിന് ശേഷം മാത്രം മണ്ണും മണലും ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള പോട്ടി മിക്സിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് അത് വളർന്ന് കിട്ടും. ഇതുപോലെ ഒത്തിരി പൂക്കളും ഉണ്ടാവും. ഇപ്പോൾ മഴക്കാലം ആയിട്ടും എനിക്കിത് ഇതുപോലെ നന്നായിട്ട് തന്നെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്രോ ബാഗിലാണ് നട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് പോട്ടിലും നടാട്ടോ. വെള്ളം നന്നായിട്ട് വാർന്നു പോവണം. വേനൽക്കാലമാണെങ്കിലും മഴക്കാലമാണെങ്കിലും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അഴുകി പോവും. നമ്മുടെ ഈ ചെടികളൊക്കെ പെട്ടെന്ന് അഴുകി പോവും. നമ്മൾ ഡയറക്റ്റ് മണ്ണിലാണ് നട്ടു കൊടുക്കുന്നതെങ്കിൽ ആ ഒരു ടെൻഷനില്ല കേട്ടോ. പെട്ടെന്നൊന്നും അഴുകി പോവില്ല, നമുക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കളക്ഷൻസ് ഇത്രയുമാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.